ഈ ബിസിനസ് പ്ലാനിനെ കുറിച്ച് പല ആളുകൾക്കും വലിയ തെറ്റായിട്ടുള്ള ധാരണകളാണുള്ളത്. എന്തിനാണ് ബിസിനസ് പ്ലാൻ എന്നുള്ളതാണ്. പലപ്പോഴും പ്ലാനുകളില്ലാതെ ഒരു കാര്യം എക്സിക്യൂട്ട് ആവില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമ്മളൊരു വീട് വെക്കുമ്പോൾ പോലും നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാൻ വരയ്ക്കാറുണ്ട്. പ്ലാൻ മനസ്സിലല്ല വെക്കാറുള്ളത്, പ്ലാൻ വരയ്ക്കാറാണ് പതിവ്. കൃത്യമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമ്മുടെ മുന്നിലുണ്ടാവും. ഇവിടെയാണ് ഡ്രോയിങ് റൂം, ഇവിടെയാണ് ഡൈനിങ് റൂം, ഇവിടെയാണ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള പ്ലാൻ നമ്മുടെ മുന്നിലുണ്ട്. എന്തിനു വേണ്ടിയാണ്? കൃത്യമായിട്ടുള്ള സമയത്തിനകത്ത് കഴിയാൻ, കൃത്യമായിട്ടുള്ള ഷേപ്പിൽ നമുക്കത് കിട്ടാൻ, കൃത്യമായിട്ടുള്ള ബഡ്ജറ്റിനകത്ത് തീരാൻ, ഇതിനൊക്കെ വേണ്ടിയാണ്. നമ്മളുടെ ബിസിനസ്സിന് പലപ്പോഴും ഇത്തരത്തിലൊരു പ്ലാൻ നമ്മൾ വരയ്ക്കാറില്ല എന്നുള്ളതൊരു സത്യമാണ്. അവിടെയാണ് നമ്മളുടെ പരാജയം ആരംഭിക്കുന്നത്. ബിസിനസ്സിന് ഒരു പ്ലാൻ മസ്റ്റാണ്. 2024 കടക്കുമ്പോൾ സാധാരണ നമ്മൾ ഫൈനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ വേണമെങ്കിൽ നമുക്കൊരു കലണ്ടർ ഇയറിലേക്കും വർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കാരണം പ്ലാനുകൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത്. അപ്പം വെറുതെ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഫിക്ഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലാനല്ല നമുക്ക് ആവശ്യമുള്ളത്, കൃത്യമായിട്ടുള്ള പ്ലാൻ. നമുക്ക് ആ പ്ലാൻ ഒരു റെഫറൻസ് ബുക്ക് പോലെ ഉപയോഗിക്കാൻ പറ്റണം. ഓരോ ഫേസിലും എന്തൊക്കെയാണ് ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജീസാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത്, ഏതൊക്കെ റിസോഴ്സസിനെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാനുള്ളത്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനാണ്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനകത്തും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. എല്ലാ പോളിസീസും പ്രൊസീജിയേഴ്സും എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്ലാൻ. അത്തരം പ്ലാനുകളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ബ്രഹ്മയിൽ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാൻസാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പം പ്ലാനിൻ്റെ കോസ്റ്റ് പലരും ചോദിക്കാറുണ്ട്. പ്ലാനിൻ്റെ കോസ്റ്റ് ഏകദേശം ഒരു 3.5 lakhs വരും. 3.5 ലക്ഷം രൂപയാണ് ഒരു ബിസിനസ് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു ചെറിയ പ്ലാനല്ല, ഇറ്റ്സ് എ റെഫറൻസ് ബുക്ക്. നിങ്ങൾക്ക് ശരിക്കും ഒരു റെഫറൻസ് ബുക്കായിട്ട് ഉപയോഗിക്കാം. പല ആൾക്കാരും ബാങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാനുകൾ ഉണ്ടാക്കുന്നത് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് തന്നെ. കാരണം ബാങ്കുകാർ എന്തിനു വേണ്ടിയാണ് ഇത് ചോദിക്കുന്നത്? ബാങ്കുകാർക്ക് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് ഒരു ഉറപ്പുണ്ടാവണം. നിങ്ങൾ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ ഇത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് അവർ പ്ലാൻ ചോദിക്കുന്നത്. അവരും അത് കൃത്യമായിട്ട് അസസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. അപ്പം ബാങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു ഏകദേശം ഒരു ഓവറോൾ ഐഡിയ ഒക്കെ കൊടുത്തിട്ട് നമുക്കൊരു പ്ലാൻ കൊടുത്ത് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ലോൺ മേടിക്കാം. പക്ഷെ നമുക്കിത് ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിലോ കുറേ കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്ലാൻ വേണം. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് ഇതിൻ്റെ ഏതാണ്ട് എല്ലാ ഡൊമൈനിലും പോയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ട്. 10-200-ൽ കൂടുതൽ ഡൊമൈൻസ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡൊമൈനിലും നമുക്ക് എക്സ്പെർട്ടീസ് ഉണ്ട്. എന്തൊക്കെ ചലഞ്ചസ് വരാമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ആ ചലഞ്ചസിനെ അടക്കം ഓവർകം ചെയ്യാനുള്ളൊരു പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കുക. മാത്രമല്ല മിക്ക പ്ലാനിൻ്റെ ഒപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊരു പിച്ച് ഡെക്ക് കൂടി ഉണ്ടാക്കാനാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ മൊത്തമായിട്ട് ചിലപ്പോൾ ഒരു ബൂട്ട് സ്ട്രാപ്പിംഗ് കൂടെ ഒന്നും ആയിരിക്കില്ല ഫണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് നമ്മളുടെ തന്നെ ഫണ്ടൊന്നും ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു ഇൻവെസ്റ്റർ എടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ബാങ്കിൻ്റെ അടുത്ത് പോകുന്നുണ്ടാവാം. എന്തായാലും പുറത്തുനിന്ന് നമ്മൾ ഫണ്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ബിസിനസ് എങ്ങനെയാണ്, എന്ത് ഇഷ്യൂവിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ ഗ്രാബ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ഒരു ബിസിനസ് മോഡൽ ക്യാൻവാസ്, നമ്മളുടെ റവന്യൂ മോഡൽ എന്താണ്, നമ്മൾ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് കോസ്റ്റ് സ്ട്രക്ചറുകൾ വരുന്നത്, നമ്മൾ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കും, പ്രോഫിറ്റബിലിറ്റി എത്രയാണ്, നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടക്കിക്കൊണ്ടുള്ള ഒരു പിച്ച് ഡെക്ക് നമുക്ക് അവരുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ശരിക്കും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ബിസിനസ് പ്ലാനും ഒരു പിച്ച് ഡെക്ക് ഏതൊരു ഇൻവെസ്റ്റർ വരുമ്പോഴും നമ്മളുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഐഡിയ ഇങ്ങനെയാണ് എന്ന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പിച്ച് ഡെക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര ഇമ്പ്രസീവ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ പല ആളുകളും നമ്മൾ വിളിക്കാറുണ്ട്, എനിക്കൊരു പെട്ടെന്നൊരു പ്ലാൻ വേണം. ആളുകളുടെ വിചാരം ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു 2 പേജിലുള്ളൊരു സാധനമാണ് പ്ലാൻ എന്നാണ്. അതിന് വേണമെങ്കിൽ ഒരു ഐഡിയ എന്നൊക്കെ വിളിക്കാം. അപ്പം ഒരു ഐഡിയ അല്ല, നമ്മൾ വർക്ക് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻസാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് ഏകദേശം ഇത്ര വരികയും ചെയ്യും. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യാം. പക്ഷേ യു ഷുഡ് ബി സീരിയസ്. കാരണം ഒരു ബിസിനസ് പ്ലാൻ, ഇപ്പോൾ നമ്മളൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളത് വെറുതെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എൻറ്റയർ ഫിലിം ഷൂട്ട് ചെയ്തിട്ട് നമ്മളത് പുറത്തിറക്കാൻ പറ്റാത്ത അതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു എൻറ്റയർ പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്ന പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പരിപാടികൾക്ക് ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾക്ക് നാളെ ഒരു FMCG ബ്രാൻഡ് ഉണ്ടാക്കണം. മിക്ക ആളുകൾക്കും താല്പര്യം ഉണ്ടാവും. ഒരു FMCG ബ്രാൻഡ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരു FMCG ബ്രാൻഡ് ഓൺ ചെയ്യുകയും കേരളത്തിൽ ആദ്യം ഒരു ബ്രാൻഡാവുകയും പിന്നീട് ഒരു സൗത്ത് ഇന്ത്യൻ ബ്രാൻഡാവുകയും പിന്നീട് ഒരു പാൻ ഇന്ത്യൻ ബ്രാൻഡാവുകയും പിന്നീട് ഒരു ഗ്ലോബൽ ബ്രാൻഡാവുകയും ഒരു 4-5 ഫേസിലൂടെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ ആയിത്തീരുന്നത്. അങ്ങനെ ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാക്കി തരാൻ പറ്റും. ഞാൻ പറയുന്നു ഷുവർ ഷോട്ടായിട്ടുള്ള പ്ലാനാണ്, ഗ്യാരണ്ടീഡാണ്. പക്ഷേ അതിനൊരു ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ടാവും. ഓരോ ഫേസിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള റിസോഴ്സസ് എത്രയാണ്, അത് കാലങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും.
കാരണം ടെക്നോളജി മാറുന്നുണ്ട്, രീതികൾ മാറുന്നുണ്ട്, ചാനൽസ് മാറുന്നുണ്ട്. അപ്പം പണ്ട് കാലത്ത് 1980-കളിൽ നിങ്ങൾക്കൊരു ഗ്ലോബൽ ബ്രാൻഡ് ആവണമായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന ഒരു ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഇപ്പോൾ ആവശ്യമുള്ളത്. ഇപ്പോൾ അത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ആക്ച്വലി ഇത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പണ്ട് കാലത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം പണ്ട് കാലത്ത് പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് റിസർച്ചിൽ തന്നെ നമ്മൾ ഭീകരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു. ഇന്ന് റിസർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് മാസിലേക്ക് എത്തിച്ചേരാനുള്ള മാർക്കറ്റിംഗ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുണ്ട്. അപ്പം പലതരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, കാരണം ടെക്നോളജി വളർന്നു വരുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഇഫ് യു വാണ്ട് ടു ബിൽഡ് എ ബ്രാൻഡ്, നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ സമയങ്ങളിൽ ഒന്ന് ഇതാണ് എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഗോ ഫോർ എ ഡീറ്റെയിൽഡ് പ്ലാൻ. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനുകളാണ് ഉണ്ടാക്കുന്നത്. കൊറോണ സമയത്ത് മാത്രം, കൊറോണ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 വർഷത്തോളം ഉണ്ടായിരുന്ന ആ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ ഏകദേശം 250-ലധികം പ്ലാനുകൾ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് ആളുകൾ പ്ലാനുകൾ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിത് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഒരു ബിസിനസ്സാക്കി മാറ്റാൻ, റിയലായിട്ടുള്ള ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയ പരാജയമായിട്ട് മാറുമെന്നുള്ളതാണ്. ഞാനിപ്പോഴും പറയുന്നു, അതിനകത്ത് ഏകദേശം ഒരു 100ഓളം ആളുകളെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് അതാക്കി മാറ്റിയിട്ടുള്ളൂ. 150 ആളുകൾ ഇപ്പോഴും ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ടേക്സ് ടൈം, ചിലപ്പോൾ 1-2 വർഷം എടുത്തു എന്ന് വരാം. ഇവരെല്ലാം കോൺഫിഡൻസിൻ്റെ പുറത്ത് നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളോട് എടുത്തു പറയുകയാണ്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓൾറെഡി ഫണ്ട് ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങളൊരു ബിസിനസ് പ്ലാൻ ചെയ്യണം, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒട്ടും സമയം വഹിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പിലും നമുക്ക് കൺഫ്യൂഷനാണ്. ഇതങ്ങനെയല്ല, കൃത്യമായിട്ട് പ്ലാൻ വരച്ച് വെച്ചിരിക്കുക, ഇന്ന രീതിയിലങ്ങ് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിൽ ഇന്ന രീതിയിലുള്ളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ വെറുതെ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം കംപ്ലീറ്റ് പ്ലാൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും.